ടീച്ചറിന് എടുക്കാൻ പോകുന്നത് സയൻസിന്റെ 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് പേജ് നമ്പർ 225 ചാപ്റ്റർ 5 ഫോഴ്സ് വർക്ക് ആൻഡ് എനർജി. ഓക്കെ, ഫോഴ്സ് വർക്ക് ആൻഡ് എനർജി. ഓക്കെ, നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്റർ ആണ് ഫോഴ്സ് വർക്ക് ആൻഡ് എനർജി. ഓക്കെ, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ എന്താണെന്നുള്ളത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒരു ബലം അല്ലെ. നമുക്ക് എന്ത് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം? ബലം വേണം അല്ലെ. നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓടണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് പൊക്കി അങ്ങോട്ട് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നമ്മളുടെ ഒരു എന്താ പറയുന്ന ഒരു പേജ് അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് അല്ലെ, ആ ഒരു ബുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനകത്തൊരു ഫോഴ്സ് ബലം കൊടുക്കേണ്ടി വരും. ദെൻ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തി എന്താണ്? വർക്കാണ്, ജോലിയാണ് അല്ലെ. നടക്കുന്നതാണെങ്കിലും ഇരിക്കുന്നതാണെങ്കിലും പഠിക്കുന്നതാണെങ്കിലും കളിക്കുന്നതാണെങ്കിലും പിന്നെ അങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ത് തന്നെയാണ് ഒരു വർക്ക്, ഒരു തരത്തിലൊരു വർക്കാണ്. പിന്നെ എനർജി, ഇതെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു എനർജി വേണം അല്ലെ. നമ്മൾക്ക് ഒട്ടും വയ്യ, ഭയങ്കര ക്ഷീണമായിട്ട് നമ്മൾ കിടക്കുകയാണ്. പനിയൊക്കെ വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒക്കെ അളവൊക്കെ ഒന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും ദേഹത്തിന് അല്ലെ. പനിയൊക്കെ വരുമ്പോൾ നമുക്കറിയാലേ, നമുക്കൊന്നും ചെയ്യാനായിട്ട് ഒരു എനർജി ഉണ്ടാവത്തില്ല അല്ലെ, ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലേ. അപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ട് എന്ത് ചെയ്യും? ഓരോന്നുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഫോഴ്സ് വർക്ക് ആൻഡ് എനർജി എന്നുള്ള ചാപ്റ്ററിൽ ഇതിന് ഓരോന്നിനെയും പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഇതെന്താണ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ഫോഴ്സ് വർക്ക് ആൻഡ് എനർജി. പേജ് നമ്പർ 225 ആണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തല്ലോ, നോക്കിയേ. Have you ever wondered how a door is opened? Quite simple, right? You open it. Before you opened the door, it was shut. So what did you do to open the door? You pulled the door open or you pushed the door open. So you spend some of your energy to change the door from closed state to open state. This energy you spend in changing something from one state to another, or the energy you spend in moving the door from one position to another came from your body. What did your body do? It moved the door. അപ്പോൾ എന്താ പറയുന്നത് നോക്കി. നമ്മളോട് ആദ്യം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? ഹാവ് യു എവർ വണ്ടർഡ് ഹൗ എ ഡോർ ഈസ് ഓപ്പൺ അല്ലെ. ഒരു കതക് തുറക്കുന്നത് അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ കതക് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ ഒരു കതക് തുറക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയേ. ക്വൈറ്റ് സിമ്പിൾ റൈറ്റ് അല്ലെ, വളരെ എളുപ്പമാണല്ലേ. നമ്മളൊരു കതക് തുറക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. ജസ്റ്റ് ഒരു കതക് തുറക്കുക, യു ഓപ്പൺ ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യും? അത് ഓപ്പൺ തുറക്കും അല്ലെ. കതക് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഇതിന്റെ കതക് തുറക്കുന്നത്. ബിഫോർ യു ഓപ്പൺ ദ ഡോർ ഇറ്റ് വാസ് ഷട്ട് അല്ലെ. നമ്മളൊരു കതക് തുറന്നു കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ കതക് അടയ്ക്കുകയും ചെയ്യും അല്ലെ. നമ്മുടെ വീട്ടിലിപ്പോ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു കതക് അല്ലെ, നമ്മൾ എപ്പോഴും അങ്ങ് തുറന്നു ഇട്ടേക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ കതക് തുറന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അടയ്ക്കുക തന്നെ ചെയ്യും അല്ലയോ. സോ വാട്ട് ഡിഡ് യു ഡു ടു ഓപ്പൺ ദി ഡോർ? അപ്പൊ നിങ്ങൾ എന്താണ് ഈ ഡോർ തുറന്ന് അടയ്ക്കാനായിട്ട് നിങ്ങൾ അവിടെ എന്താണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി, ഒന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങൾ ഒരു ഡോർ തുറക്കുന്നു അല്ലെ. നിങ്ങൾ ആ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താ ചെയ്തു എന്നൊന്ന് നോക്കിയേ. യു പുൾ ദ ഡോർ ഓപ്പൺ അല്ലെ. നിങ്ങൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യും? ആ വാതില് പുൾ അല്ലെ, എന്താണ് പുൾ ചെയ്യും അല്ലെ. പുള്ളും പുഷും അല്ലെ, എന്താണ് തള്ളും അല്ലെ. ഓർ യു പുഷ് ദ ഡോർ അല്ലെ. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ തള്ളും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വലിക്കും അല്ലെ. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ആ കഥ എന്തായാലും തുറക്കുന്നത് അല്ലെ. നമ്മൾ തുറക്കുമ്പോൾ എന്തായാലും കഥ ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ടൊന്ന് അകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തള്ളിയോ അല്ലെങ്കിൽ ഒന്ന് വലിക്കുകയോ ഒക്കെ ചെയ്യാം അല്ലെ. So you spend some of your energy to change the door from closed state to open state. അപ്പൊ നിങ്ങൾ ആ അടച്ചിട്ട കതക് തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തരത്തിൽ എന്ത് അപ്ലൈ ചെയ്തു? ഒരു എനർജി, ഒരു ശക്തി അല്ലെ. നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്, ആ ഡോറിന് ഫ്രണ്ടിൽ പോയി വെറുതെ ഇങ്ങനെ നോക്കി നിന്നാൽ ആ ഡോർ തുറക്കുമോ? ഇല്ല. നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യും? ഒന്നെങ്കിലും ഒന്ന് തള്ളണം അല്ലെ, അല്ലെങ്കിൽ അകത്ത് നിന്നിട്ട് നമ്മൾ കതക് തുറക്കാൻ. ഇപ്പൊ നിങ്ങൾ
പുറത്ത് നിൽക്കുകയാണ്, വീടിന്റെ പുറത്ത് നിന്നിട്ട് നിങ്ങൾക്ക് വീടിനകത്തോട് കയറണം അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കഥക് എങ്ങനെ ഒന്ന് നമ്മൾ ലോക്കൊക്കെ മാറ്റിയിട്ട് അകത്തോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തുറക്കും അല്ലെ, ഒന്ന് തള്ളും, അകത്തോട്ടൊന്ന് തള്ളും. ഇനി നിങ്ങൾ വീടിന്റെ എന്താണ് അകത്ത് നിൽക്കുകയാണ്, അത് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങോട്ട് അകത്തോട്ട് തന്നെ വലിക്കുക തന്നെ ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എന്താണെങ്കിലും കഥക് തുറക്കാനാണെങ്കിലും അടയ്ക്കാനാണെങ്കിലും എന്ത് ചെയ്യും, അവിടെ ഒരു ചെറിയ ശക്തി നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. നോക്കൂത്തേക്കിടക്ക് നോക്കി ഇങ്ങനെ നിന്നാൽ കഥക് എന്തായാലും തന്നെ തുറക്കാൻ പോകുന്നില്ല അല്ലേ. This energy you spend in changing something from one state to another, or the energy you spend in moving the door from one position to another came from our body. നമ്മൾ അവിടെ ഉപയോഗിച്ച ഒരു ബലം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും എന്താണ് അതിനൊരു ചേഞ്ച് അല്ലെ, ഒരു മാറ്റം സംഭവിച്ചു. എന്താണ്, ആ ഡോർ ഒരു സ്ഥലത്ത് നിന്ന് തുറന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഒരു അകത്തോട്ടൊന്ന് നീങ്ങി അല്ലെ. നമ്മൾ അവിടെ കൊടുത്ത എനർജി ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറി അല്ലെ. നമ്മൾ എനർജി എന്ത് ചെയ്തു, കഥവ് തുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു, കഥവ് എന്ത് ചെയ്ത് അകത്തോട്ട് തുറന്നു നിന്നു അല്ലെ. അപ്പൊ അവിടെ എന്താണ്, നമ്മൾ ഒരു എനർജിയാണ് അവിടെ യൂസ് ചെയ്തത്. What did your body do? It moved the door. നമ്മുടെ ബോഡി അവിടെ എന്ത് ചെയ്തു, ആ ഒരു ഡോർ തുറക്കാൻ വേണ്ടി നമ്മൾ കയറുന്ന ആനോട് തള്ളിയൊന്നും വേണ്ട അല്ലേ, ചെറുതായിട്ട് ഒരു എനർജി കൊടുത്തപ്പോഴേക്ക് എന്ത് ചെയ്തു, ആ ഡോർ അങ്ങ് തന്നെ അങ്ങ് തുറന്നു. When you move the door, you apply a force to move something from one place or state to another. നമ്മൾ അവിടെ എന്താണ് ഒരു ചെറിയ ഒരു ശക്തി, ഒരു ഫോഴ്സ് കൊടുത്തു അല്ലെ, ആ എന്താ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട്. How did you do it? You used up some of your energy to do this task. അതായത് നമ്മൾ അവിടെ ആ ഒരു ടാസ്ക്, ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എനർജി നമ്മൾ എന്ത് ചെയ്തു, അവിടെ അപ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത്. Then this ability to use force to do something to an object or to accomplish some task is called energy അല്ലെ. അതായത് ഒരു വസ്തുവിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മാറ്റാൻ അല്ലെങ്കിൽ നമുക്കൊരു ജോലി ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതാണ് എന്ത്, നമ്മളുടെ എനർജി അല്ലെ എന്ന് പറയുന്നത്. So using your energy you applied a force to do a task അല്ലെ. സോ നമ്മൾ അവിടെ ഒരു എനർജി പ്രയോഗിക്കുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ്, ഒരു ബലം അല്ലെ. ആ ഫോഴ്സ് എന്താണ്, ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു ശക്തി, അത് തന്നെയാണ് ഒരു തരത്തിൽ എന്ത് എനർജി എന്നും പറയുന്നത്. This task may be called work. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഫോഴ്സ്, ഒരു ശക്തി ഉപയോഗിച്ച്, നമ്മുടെ ഒരു എനർജി ഉപയോഗിച്ച് നമ്മൾ അവിടെ ഒരു എന്തെങ്കിലും ഒരു ടാസ്ക്, ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു വർക്ക് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് അല്ലെ, നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് എന്തായാലും ഇല്ലായിരിക്കും. അപ്പൊ ആ ടെക്സ്റ്റ് നിങ്ങളുടെ ടേബിളിന്റെ മുകളിൽ വെച്ച് നിങ്ങളൊരു എന്താണ് ഒരു ചെയറിലിരിക്കുകയായിരിക്കും, ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് എടുക്കണം. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആ ബുക്കിനകത്തോട് നോക്കിയിരിക്കുകയാണെങ്കിൽ ആ ബുക്കിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം കൈ ഉപയോഗിച്ചിട്ട് അതിനെന്ത് ചെയ്തു, പിടിച്ചു അല്ലെ. പിടിച്ചിട്ട് നമ്മൾ അവിടെ ചെറിയൊരു ഫോഴ്സ്, ഒരു ശക്തി കൊടുത്തു അല്ലെ, ഒരു എനർജി. എന്ത് ഫോഴ്സ് ചെയ്യാനും നമുക്ക് അവിടെ എനർജി വേണം അല്ലെ. എന്ത് കാര്യം ചെയ്യാനും നമുക്കൊരു എനർജി, നമ്മുടെ ശരീരത്തിന് ഒരു നല്ല ബലം വേണം അല്ലെ, ഒരു എനർജി വേണം അല്ലെ. അപ്പൊ ആ എനർജി ഉപയോഗിച്ച് നമ്മൾ ഒരു ചെറിയ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, ആ ബുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പൊക്കി എടുത്തു. അപ്പൊ നമ്മൾ അവിടെ എന്താണ്, ഒരു ടാസ്ക് ചെയ്തു, ഒരു ജോലി ചെയ്തു അല്ലെ. ആ ബുക്കിനെ ആ ഇരുന്ന ടേബിളിന്റെ അടുത്ത് നിന്നും ജസ്റ്റ് അതിന്റെ ആ പ്ലേസിന് ഒരു ചേഞ്ച് ഉണ്ടായി അല്ലെ. ടെക്സ്റ്റ് ആ ടേബിളിന്റെ മുകളിൽ നിന്ന് നമ്മൾ ജസ്റ്റ് കയ്യിലെടുത്ത് ഇങ്ങനെ പൊക്കി വെച്ചു. അവിടെ നമ്മളൊരു ടാസ്ക് ചെയ്തു, ഒരു ജോലി ചെയ്യാണ്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ച എനർജി അല്ലെ, ആ എനർജിയുടെ ഭാഗം വെച്ചൊരു ഫോഴ്സ്, ഒരു ബലം നമ്മൾ അവിടെ പ്രയോഗിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവിടെ നമ്മളൊരു ജോലി ചെയ്തിട്ടാണ് ആ ടെക്സ്റ്റ് അവിടെ ഇരുന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത്, അതിന്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ കയ്യിലെടുത്തു. അവിടെ എന്താണ്, ഒരു വർക്ക്, ഒരു ജോലിയാണ് ചെയ്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ ജോലി ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്യുന്നത്, ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ബുക്ക് എടുത്തു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താണ് ആ ഒരു വെയിറ്റ് ഉള്ളൊരു എന്താണ് ഒരു കല്ല് അതൊരു സ്ഥലത്ത് നിന്ന് മാറ്റി അപ്പുറത്തെ സ്ഥലത്തോട്ട് മാറ്റിയിട്ടു. അപ്പൊ നമ്മൾ എന്തൊരു ജോലി, ഏതൊരു വർക്ക് അവിടെ ചെയ്താലും അവിടെ നമ്മളൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എനർജി നമ്മൾ അവിടെ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയുമാണ് അവിടെ ബേസിക് ആയിട്ട് ഇവിടെ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ ആണ്. താഴെ നിങ്ങൾക്ക് അവിടെ ഒരു 4 ആക്ടിവിറ്റി തന്നിട്ടുണ്ട് കണ്ട. ആദ്യം ഒരു കൊച്ച് സൈക്കിൾ ചവിട്ടുന്നു, രണ്ടാമത് നടക്കുന്നു, മൂന്നാമത് മരം വെട്ടുന്നു, പിന്നെ കുറച്ച് പേര് ചേർന്ന് ഒരു ബസ്സോ ഒരു വാനോ എന്താണ് തള്ളുന്നു അല്ലെ. അപ്പൊ നോക്കിയേ, ഇനി അത് നമുക്ക് ഓരോ ആക്ടിവിറ്റിയും അവിടെ എന്തൊക്കെ തരത്തിലുള്ള ഫോഴ്സ് ആണ് അല്ലെങ്കിൽ വർക്കാണ്, എന്തൊക്കെ എനർജിയാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ അവിടെ പറഞ്ഞിരിക്കുന്നത് സൈക്ലിംഗ് ആണ് അല്ലെ. സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സൈക്കിൾ ഓടുക. ഫസ്റ്റ് പിക്ചർ പറഞ്ഞിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ വെറുതെ ഇങ്ങനെ കയറി
സൈക്കിളിൽ മുകളിൽ കയറി ഇരിക്കുകയാണ്, ഇങ്ങനെ നോക്കിയിരിക്കുക, സൈക്കിൾ മൂവ് ചെയ്യുമോ? ഇല്ല. നമ്മുടെ ഓരോ കാലും മാറിയും തിരിഞ്ഞും എന്താണ് അതൊക്കെ ഇങ്ങനെ ചവിട്ടി മുന്നോട്ടും പുറകോട്ടും ചവിട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ സൈക്കിളിന്റെ വീൽ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് സൈക്കിളിന്റെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സൈക്കിൾ എന്ത് ചെയ്യും, അതിന്റെ പ്ലേസിന് വ്യത്യാസം അല്ലെ, ഒരു സ്ഥലത്തിന് മറ്റൊരു സ്ഥലത്തോട്ട് അത് മൂവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലയോ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് സൈക്ലിംഗ് ആണ് അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റി. അതിന്റെ ഫോഴ്സ് ബലം എന്താണ്, അവർ ലെഗ് അപ്ലൈ ഫോഴ്സ് ടു ദ പെഡൽ ഓഫ് ദ സൈക്കിൾ അല്ലെ. നമ്മുടെ കാലുകൾ അതിനകത്ത് ആ ചവിട്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈക്കിൾ ചവിട്ടുന്ന എവിടെയാണെന്നല്ലേ. അപ്പൊ ആ ഒരു പെഡലിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാലുകൾ മാറിയും തിരിഞ്ഞ് ഒരു ബലം പ്രയോഗിച്ച് ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ചവിട്ടുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ വർക്ക് ഡൺ നോക്കിയേ. സൈക്കിൾ മൂവ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സൈക്കിളിന്റെ പ്ലേസിന്റെ വ്യത്യാസം വരില്ലേ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് സൈക്കിൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യും, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതാണ് അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് അല്ലെ. ചേഞ്ച് ചെയ്തു, അതിന്റെ പൊസിഷൻ എന്ത് ചെയ്തു, മാറ്റം വന്നു. ഇനി അവിടുത്തെ എനർജി അല്ലെ, ബലം എന്താണ്, we spend our energy to move the cycle and burn calories അല്ലെ. നമ്മള് എന്താണ്, we spend our energy, നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു ടയർ അല്ലെങ്കിൽ ആ സൈക്കിളിന്റെ ടയർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാർ ഉപയോഗിച്ച് അവിടെ ഒരു എനർജി, ഒരു ശക്തി കൊടുത്തു അല്ലെ. അതിന്റെ ഫലമായിട്ട് നമ്മുടെ കലോറീസ്, നമ്മുടെ ബോഡിയിൽ നിന്നുള്ള എനർജിയാണ് അല്ലെ ആ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് വരുന്നത്. അല്ലാതെ നമ്മള് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പം നമ്മുടെ ബോഡി എന്താണ്, ഒരു എനർജി അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, നമ്മുടെ ബോഡിയിൽ കലോറി അല്ലെ, കലോറിക്ക് എന്ത് ചെയ്യും, കുറവ് വരും അല്ലെ. അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഈ സൈക്കിൾ നമ്മൾ ചവിട്ടി നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റും. ഇതാണ് ഫസ്റ്റ് പറയുന്ന ആക്ടിവിറ്റി. സെക്കൻഡ് പറയുന്നത് വാക്കിംഗ് മീൻസ് എന്താണ്, നടക്കുക അല്ലെ. അവിടുത്തെ ഫോഴ്സ് എന്താന്ന് നോക്കിയേ. We lift our legs from one spot on the ground to another അല്ലെ. നമ്മൾ നടക്കുക, നിങ്ങൾ നടക്കുമ്പോൾ എന്താണ്, ഇറങ്ങിയാണോ പോകുന്നത്? അല്ല. പിന്നെ എങ്ങനെ, ഒരു കാലെടുത്ത് ഇങ്ങനെ മുന്നോട്ട് വെച്ച് പിന്നെ എന്ത് ചെയ്യും, അടുത്ത കാല് വീണ്ടും എടുത്ത് മുന്നോട്ട് വെച്ച് ഇങ്ങനെ നമ്മൾ ഓരോ കാലുകളും എന്ത് ചെയ്യും, മുന്നോട്ട് ഇങ്ങനെ എടുത്ത് പൊക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്യും, നമ്മൾ നടന്നു പോകുന്നത് അല്ലയോ. അപ്പൊ അവിടുത്തെ വർക്ക് എന്താണ്, നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഓരോ കാല് വെച്ച് പോകുമ്പോ അവിടെ നടക്കുന്ന വർക്ക് എന്താണ്, ജോലി എന്താ, നമ്മൾ നടക്കുക. നമ്മൾ എന്താണ്, ഒരു പ്ലേസിന് വ്യത്യാസം വരല്ലേ. നമ്മൾ ഇവിടുന്ന് റോഡിലോട്ട് പോകണം. അപ്പൊ നമ്മൾ ആ റോഡ് എന്താണ്, ആ ലക്ഷ്യം വെച്ചോണ്ട് എന്ത് ചെയ്യും, നമ്മുടെ കാല് ഇങ്ങനെ വെച്ച് മുന്നോട്ട് വെച്ച് എന്ത് ചെയ്യും, നടന്നു പോകും അല്ലയോ, അങ്ങനെയൊക്കെയോ. അപ്പൊ നമുക്ക് എന്താണ്, ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകാനാണ് പോകുന്നു. അതാണ് അവിടുത്തെ വർക്ക്, നമ്മൾ ചെയ്ത ജോലി എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് നോക്കിയേ. അവർ ബോഡി മൂവ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകും. ഇനി എനർജി, നമ്മൾ അവിടെ കൊടുക്കുന്ന എനർജി എന്താണ്, we spend our energy to walk and burn calories അല്ലെ. നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ഇങ്ങനെ നടന്നിങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലിൽ ഒരു ശക്തി കൊടുക്കും അല്ലെ, ഒരു എനർജി, ഒരു ശക്തി കൊടുക്കുന്നു അല്ലെ. അത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള കലോറീസ്. കലോറി മീൻസ് എന്താണ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബോഡിക്ക് വേണ്ടുന്ന കലോറി അല്ലെ. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എനർജി അവിടെ അപ്ലൈ ചെയ്യുന്നത്. ടീച്ചർ ആദ്യം പറഞ്ഞു, നമുക്ക് ആഹാരമൊന്നും കഴിച്ചില്ല, അപ്പൊ എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് നമ്മുടെ ആഹാരം ശരിക്കും കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമാണ്, നമുക്ക് കറക്റ്റ് നമ്മുടെ ബോഡിക്ക് എന്താണ് പ്രോട്ടീൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കലോറി എന്ത് ചെയ്യും, കുറയും അല്ലെ. അപ്പം കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു എനർജി നമ്മുടെ ബോഡി കിട്ടാകത്തില്ല അല്ലെ. അപ്പം നമ്മളിങ്ങനെ എന്ത് എനർജി അപ്ലൈ ചെയ്ത് നമ്മൾ ജോലി ചെയ്താലും നമ്മുടെ ബോഡിയിലെ കലോറി എന്ത് ചെയ്യും, അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും, ബേൺ ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. ഇനി മൂന്നാമത്തേത് കട്ടിംഗ് വുഡ് അല്ലെ, ഒരു മരം മുറിക്കുകയാണ്. കണ്ടോ മൂന്നാമത്തെ മിച്ചം. അതിന്റെ ഫോഴ്സ് എന്താണ്, അവർക്ക് ബലം എന്താണ്, ഫോഴ്സ് എന്താണ്, അവർ ഹാൻഡ് സ്ട്രൈക്ക് ദ വുഡ് വിത്ത് ദ അല്ലെ. അതായത് അയാള് നോക്കി അവിടെ കാണാം, കയ്യിൽ എന്താണ്, ഒരു കോടാലി വെച്ചിട്ട് ആ കോടാലി കൈയൂടെ എന്ത് ചെയ്യും, പൊക്കി എന്ത് ചെയ്യും, മരം വെട്ടുകയാണ് അല്ലേ. അപ്പം എന്താണ്, അവർ ഹാൻഡ്സ്, നമ്മുടെ കൈ എന്താണ്, ആ ഒരു കോടാലിയിൽ പിടിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ കൈ ആ ഒരു കോടാലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബലം കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കൂ, ഒരു കോടാലി നമ്മളിങ്ങനെ ഒരു വിരലോട്ട് കോടാലിയിൽ ഇങ്ങനെ തൊട്ടു, ആ കോടാലിക്ക് വല്ല വ്യത്യാസവും വരുമോ, ഏതൊക്കെ ഒന്ന് മൂവ് ചെയ്യോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, കോടാലി എന്ന് പറയുമ്പോൾ അതിനെന്തായാലും കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു അല്ലയോ. നിങ്ങളുടെ വീട്ടിൽ എന്ത് കൊടുവാളം ഒക്കെ ഇല്ലേ, അപ്പൊ അതിനൊരു വെയിറ്റ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൈ ഉപയോഗിച്ച് അതായത് കുറച്ച് ഫോഴ്സ് കൊടുക്കണം. ഒരു ബുക്ക് എടുക്കുന്നതിന്റെ അത്ര എളുപ്പത്തിൽ നമ്മൾക്ക് ഒരു ആക്സൽ കോടാലി ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം കോടാലിക്ക് ബുക്കിനേക്കാളും വെയിറ്റ് ഉണ്ട് അല്ലയോ, ഭാരമില്ലയോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ബുക്ക് എടുക്കുന്നതിനേക്കാളും കുറേ കൂടെ ഫോഴ്സ്, കുറേ കൂടെ ശക്തി ഉപയോഗിച്ചിടയ്ക്ക് നമ്മളൊരു കോടാലി കയ്യിലെടുത്ത് അതിങ്ങനെ പൊക്കിയെടുത്ത് മരം വെട്ടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും, ശക്തിയാണ് അല്ലേ. അപ്പൊ അവിടുത്തെ വർക്ക് എന്താണ്, അവിടെ ചെയ്യുന്ന ജോലി എന്താണ്, വുഡ് ഗെറ്റ്സ് കട്ട് അല്ലെ. മരം മുറിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാലോ, അവർ
ഇതിന്റെ തടിയിൽ വെട്ടി കോടാനുണ്ട്. അപ്പോഴേ മരം ഒടിഞ്ഞ് വീഴുവോ? ഇല്ല. കുറേ വട്ടം വെട്ടി 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 കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, മരത്തിന്റെ തടി എന്ത് കട്ട് ചെയ്ത് താഴോട്ട് ഇടുന്നത്. അപ്പൊ അവിടുത്തെ ജോലി വുഡ്സ് ഗെറ്റ് കട്ട് അല്ലെ, തടി എന്ത് ചെയ്യും മുറിച്ച് താഴോട്ട് ഇടും. അവിടുത്തെ എനർജി എന്താണ്? We spend energy to strike the wood with the axe and cut the wood as desired. അല്ലെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു എനർജി എവിടാണ്? ആ വുഡ് അല്ലെ, മരത്തിലും ആ കോടാലി കൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ കൈയും കോടാലി ഉപയോഗിച്ച് ആ തടിയിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ആഞ്ഞ് വിട്ടും. അപ്പൊ അവിടെ നമ്മളൊരു എനർജി, നമ്മുടെ ബോഡിയിൽ നിന്നും തന്നെയുള്ള ഒരു എനർജിയാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. Then cut the wood as desired. അപ്പൊ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ആ മരത്തിലെ തടി നമ്മൾ എവിടെയാണോ മുറിക്കുന്നത് അത് മുറിഞ്ഞ് എന്ത് ചെയ്യും, താഴോട്ട് വീഴും. അപ്പൊ ആ മരം മുറിച്ച് ഇടുന്നു. അതാണ് അവിടുത്തെ ജോലിയും. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ആ വുഡില് അതായത് തടി മുറിക്കാൻ വേണ്ടിയിട്ട് ആ കോടാലിയില് നല്ല രീതിയിൽ എനർജി ഉപയോഗിക്കും. ഓക്കെ, അടുത്തത് പുഷിംഗ് ഈ ബസ് അല്ലെ, ഒരു ബസ് തള്ളുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു ബസ് എങ്ങാനും തള്ളാണ്ട് ഇപ്പൊ നമ്മളിപ്പോ പോവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചിലപ്പോൾ കാറോ അല്ലെങ്കിൽ ബസ്സോ ഒക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് തള്ളും അല്ലെ. അപ്പൊ ഒരാളെങ്ങനെ പറഞ്ഞാൽ ഒന്ന് തള്ളുവാണെങ്കിൽ ഒന്ന് അത്ര പെട്ടെന്ന് തള്ളാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനായിട്ടുള്ള ഒരു 4-5 പേര് ഒരുമിച്ച് ചേർന്ന് എന്ത് ചെയ്യും, ഒരുമിച്ച് ബലത്തിൽ എന്ത് ചെയ്യും, ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് എന്ത് ചെയ്യും, തള്ളും അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് പുഷിംഗ് എ ബസ്. അവിടുത്തെ ഫോഴ്സ് എന്താന്ന് വെച്ചാല് മെനി പീപ്പിൾ യൂസ് ദെയർ എനർജി ടു പുഷ് എ ബസ് അല്ലെ. ഒരുപാട് ആളുകൾ അതായത് 3-4 പേരിൽ നിന്ന് ഒരുമിച്ച് എന്ത് ചെയ്യാണ്, ഒരുപോലെ ശക്തി എടുത്ത് എന്ത് ചെയ്യുന്ന ബസ് തള്ളുകയാണ്, തള്ളുവാണ്. തള്ളുമ്പോൾ അവിടെ നിന്നിട്ട് ഫോഴ്സ് ഒരു ബലം നമ്മൾ അവിടെ പ്രയോഗിച്ചു. അവിടുത്തെ വർക്ക് എന്താണ്, അവർ ചെയ്യുന്ന വർക്ക്, അവർ എന്തിനാണ് ബസ് തള്ളുന്നത്? ആ ബസ് എന്ത് ചെയ്യാൻ, മൂവ് ചെയ്യാൻ അല്ലെ, ഒരു സ്ഥലത്ത് അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട്. അപ്പൊ അവിടുത്തെ വർക്ക് ബസ് മൂവ്സ് എ സ്മോൾ ഡിസ്റ്റൻസ്, കുറച്ച് ദൂരം എന്ത് ചെയ്യണം, ഒന്ന് ബസ് ഒന്ന് മൂവ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം, ഓടിച്ചോണ്ട് പിന്നെ പോവാം. അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ആ ബസ് കുറച്ചൊന്ന് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടാണ് അവര് തള്ളുന്നത്. അവിടുത്തെ എനർജി എന്താണ്? സിൻസ് ദ ഒബ്ജക്റ്റ് ഈസ് ഹ്യൂജ് അല്ലെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താണ് ചെറിയ ഒബ്ജക്റ്റ് ഒരു ബസ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഒരു ചെറിയ ഒരു വസ്തു ഒന്നും അല്ല അത് തള്ളുന്നത്, ഒരു കുറച്ച് വലിയ ഒരു വസ്തുവാണ്. അപ്പം എന്താണ്, സിൻസ് ദ ഒബ്ജക്റ്റ് ഈസ് ഹ്യൂജ്, അവിടുത്തെ ഒബ്ജക്റ്റ് നമ്മൾ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഒബ്ജക്റ്റ് അല്ല ഒരു സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ് ബസ്. മെനി പീപ്പിൾ യൂസ് ദെയർ എനർജി ടു പുഷ് ദ ബസ് അല്ലെ. ഒരുപാട് പേരിൽ ഒരുമിച്ച് നിന്ന് അവരുടെ എനർജി, അവരുടെ ശരീരത്തിൽ നിന്നുള്ള കലോറി, അവരുടെ ബലം ഉപയോഗിച്ച്, അവരുടെ ശക്തി ഉപയോഗിച്ച്, അവരുടെ ബോഡിയിലെ എനർജി ഉപയോഗിച്ച് എന്താണ് അവര് ആ ബസ് കുറച്ച് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി തള്ളുകയാണ്. കണ്ടോ? അപ്പൊ ഈ പറഞ്ഞതിന്റെ ഈ ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഏതൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ചെറിയ അളവിലല്ലെന്നുണ്ടെങ്കിൽ വലിയ അളവിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് അവിടെ ഒരു ബലം കൊടുക്കണം. അതിന്റെ ഭാഗമായിട്ട് ഒരു വർക്ക്, ഒരു ജോലി അവിടെ നടക്കും. അങ്ങനെ ഒരു ജോലി നടക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മളുടെ കുറച്ച് എനർജി, നമ്മളുടെ കലോറീസ് നമ്മുടെ എനർജിക്കും എന്ത് ചെയ്യും, അവിടെ മാറ്റം വരും അല്ലേ. അതാണ് അവിടെ പറയുന്നത്. അവിടെ നമ്മൾ ഏതൊരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിലും അവിടെ ചെറിയ അളവിൽ, അത് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും. ടീച്ചർ പറഞ്ഞ ബുക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ആയാസപ്പെട്ട് കിടന്ന് തള്ളാൻ കഴിയും, ബുക്കൊന്ന് മാറ്റാൻ വേണ്ട, കുറച്ച് ബലം പിടിച്ചാൽ മതി അല്ലേ. നേരത്തെ പറഞ്ഞ ബസ് ഒരു വലിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരാളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മളൊരു കൂട്ടത്തോടെ നിന്ന് എന്ത് ചെയ്യും, അവിടെ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു ജോലി ചെയ്യും. അപ്പോൾ ഏതൊരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവിടെ ഫോഴ്സ് ബലം പ്രയോഗിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, then so force can be used to move objects, the shape of objects, and can be of loss power like pushing a cycle or higher power like pushing a bus അല്ലെ. അതായത് നമ്മൾ അവിടെ പറയുന്നത് so force can be used to move object അല്ലെ. ഫോഴ്സ് ഒരു ബലം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വസ്തുവിന്റെ എന്താണ് മാറ്റം, അതായത് ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതുപോലെ ചേഞ്ചിന്റെ ഷേപ്പ്, ചിലപ്പോൾ നമ്മളൊരു ബലം പ്രയോഗിക്കുമ്പോൾ ഷേപ്പിന് വ്യത്യാസം വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഇവിടെ കട്ടിംഗ് വുഡ്, ഒരു മരം മുറിക്കുകയാണ്. ഒരു മരം എന്ന് പറയുമ്പോൾ അറിയാം, നേരെ ഇങ്ങനെ നിൽക്കുന്ന ഒരു മരം, ഒരു തെങ്ങ് നോക്കി, ഒരു തെങ്ങ്, ആ തെങ്ങ് നീളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ തെങ്ങിന്റെ പകുതി വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, മരം മുറിച്ചിടുകയാണ്. അപ്പോൾ ആ തടി മുറിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ഷേപ്പ് ആയിരുന്നോ നേരത്തെ തെങ്ങിന്? തെങ്ങിങ്ങനെ ഒറ്റ മരം, ഒറ്റ തടി വൃക്ഷമായിട്ട് നിൽക്കുകയാണല്ലേ. അപ്പൊ അതിന്റെ പകുതി
തടി മുറിച്ച് കഴിയുമ്പോൾ അതിന് അത്രയും പൊക്കം വരുന്നില്ല അല്ലെ, ഇലയൊന്നും കാണത്തില്ല അല്ലെ. അപ്പൊ അതിന്റെ ചേഞ്ച് എന്തിനുണ്ടായി, അതിന്റെ ഷേപ്പിനും കുറേ രൂപത്തിനും കുറച്ച് മാറ്റം സംഭവിച്ചു. അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ചില വസ്തുക്കളുടെ രൂപത്തിന് എന്ത് ചെയ്യും, മാറ്റം സംഭവിക്കും. ആൻഡ് ക്യാൻ ബി ലെസ് പവർ ലൈക്ക് പുഷിംഗ് ഈ സൈക്കിൾ. പിന്നെ ചെറിയ അളവിൽ ചിലപ്പോൾ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട, ഇപ്പോൾ സൈക്കിൾ ചവിട്ടണമെങ്കിൽ നമ്മൾ വലിയ രീതിയിലൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് ഫോഴ്സ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇൻ അനദർ കേസസ് ഹയർ പവർ ലൈക്ക് പുഷിംഗ് ഈ ബസ് അല്ലെ. ചിലപ്പോൾ ബസ്സൊക്കെ തള്ളേണ്ട പോലെ വലിയൊരു ഒബ്ജക്റ്റിലാണ് നമ്മൾ തള്ളേണ്ടതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഫോഴ്സ് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, എളുപ്പമല്ലേ. അടുത്ത നോക്കിയേ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സസ്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സസ് എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സെക്കൻഡ് മസ്കുലർ ഫോഴ്സ്, തേർഡ് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെ. പല തരത്തിലുള്ള ബലം ഫോഴ്സസ് ആണ് ഉള്ളത്. ഫസ്റ്റ് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം എന്നൊക്കെ മലയാളത്തിൽ പറയും. സെക്കൻഡ് മസ്കുലർ ഫോഴ്സ്. മസ്കുലർ ഫോഴ്സ് നമ്മുടെ മസിൽ, നമ്മുടെ പവർ അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ ഭയങ്കര മസിലാന്നൊക്കെ പറഞ്ഞു കാണില്ല, അപ്പം ആ ഒരു മസ്കുലർ ഫോഴ്സ്. ദെൻ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെ, കാന്തം അല്ലെ, കാന്തങ്ങൾ തമ്മിൽ ഒരു ബലമുള്ളത്. അപ്പൊ ഇങ്ങനെ ത്രീ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ് നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സെക്കൻഡ് മസ്കുലർ ഫോഴ്സ് ആൻഡ് തേർഡ് വൺ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കേ, push a ball on the ground, observe what happens. അപ്പൊ അതിനകത്ത് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത് അപ്പുറത്തെ പേജിൽ തന്നെ നോക്കുമ്പോൾ പറയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് നോക്കിയാൽ മതി, ഇടയ്ക്കുള്ള കാര്യം ജസ്റ്റ് വിട്ടേ, കുഴപ്പമില്ല, അതൊരു എക്സസൈസ് പോലെ പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ ഇത് പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഫസ്റ്റ് നോക്കിയേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോക്കിയേ. The force exerted by the earth on objects pulling them to its center is called gravitational force. All objects attract other objects towards each other, but this force for most objects is very small. However, the earth is so huge that its force pulls all objects towards it. We call the earth's attractive force as the gravitational force. Gravitational force is always a pulling force and hence attracts objects towards itself. അപ്പോൾ അവിടെ പറയുന്നത് the force exerted by the earth on objects pulling them to its center is called gravitational force അല്ലെ. അതായത് ഒരു വസ്തു ഒരു ഭൂമി, അതായത് നമ്മുടെ ഭൂമി അല്ലെ, നമ്മുടെ ഭൂമി അറിയാം, നമ്മുടെ എർത്ത് അല്ലെ, നമ്മുടെ ഭൂമി എല്ലാ വസ്തുക്കളിലും എന്താണ്, ഒരു ഫോഴ്സ്, ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഭൂമിയിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ നമ്മൾ കാലുകൊണ്ട് ഭൂമിയിൽ എന്താണ് ഉറച്ച് ചവിട്ടി നിൽക്കുന്നു. നമ്മളിവിടെ നിൽക്കുകയാണ്, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്താണ് ഇവിടെ നിൽക്കുകയാണ് അല്ലെ. അല്ല നമ്മൾ പറന്ന് നടക്കുകയാണോ, അല്ല. അപ്പൊ നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നു, ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിൽ വീടും ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലെ. ഭൂമിയുടെ എന്താണ് മധ്യത്തിലോട്ട്, അതായത് ഭൂമിയുടെ കേന്ദ്രത്തിലോട്ട് ഒരു ബലം എല്ലാ വസ്തുക്കളിലും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. All objects attracts the other object towards each other അല്ലെ. എല്ലാ വസ്തുക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഇതുപോലെ എന്താണ് ഒന്ന് ആകർഷിച്ചാണ്. നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു ആകർഷണം ഉണ്ട്. But this force for most objects is very small അല്ലെ. പക്ഷേ ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലെ, വളരെ വലിയ ഫോഴ്സ് ഒന്നും അല്ല, നേരിയ ചെറിയ ഒരു ഫോഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രയോഗിക്കുന്നത്. However, the earth is so huge that its force pulls all objects towards it അല്ലെ. അതായത് ഭൂമി എന്താണ് നമ്മൾക്കറിയാം, വളരെ വലുതാണ് അല്ലേ. ഇച്ചിരി എങ്ങനെയാണോ നമ്മുടെ ഭൂമി, അല്ല, വളരെ വലിയ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഇപ്പോൾ വളരെ വലുതാണ് നമ്മുടെ ഭൂമി. അപ്പൊ ആ ശക്തി എന്താണ്, എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യും, ആ ഭൂമിയിലോട്ട് തന്നെയാണ് അട്രാക്ട് ചെയ്യുന്നത്. We call the earth's attractive force as the gravitational force. അതോടെ തന്നെ നമുക്ക് പറയാം നമ്മുടെ എന്താണ്, we call the earth's attractive, നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വസ്തുക്കളിലും ഒരു അട്രാക്ഷൻ അല്ലെ, ഒരു ആകർഷണമുണ്ട്. അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് അവിടെ പറയുന്നത്. Gravitational force is always a pulling force and hence attract object towards it. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഒരു തരത്തിൽ വലിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് ആകർഷിക്കുന്ന അല്ലെങ്കിൽ വലിച്ചെടുക്കുന്ന ശക്തിയാണ്. അതിനാൽ ഭൂമിയിലോട്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നു പറയും അല്ലെ. നമ്മൾ ഭൂമിയിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നു പറഞ്ഞ എന്താണ്, ഈ ഭൂമി തന്നെ പരസ്പരം എന്താണ്
അങ്ങോട്ട് ആകർഷിക്കുകയാണല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ. നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മുടെ ഭൂമി എന്താണ്, വളരെ വലിയ ഒരു ഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭൂമി എന്താണ്, നമ്മളുടെ എല്ലാ വസ്തുക്കളിൽ മേലും ഒരു ചെറിയ രീതിയിൽ ഒരു ശക്തി, ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. Then, if you go far away from the earth, the gravitational pull becomes less till it no longer has any effect on you. അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ വളരെ ദൂരത്തേക്ക് പോകുമ്പോൾ ഈ അട്രാക്ഷൻ, ഈ ഭൂമി ഈ വസ്തുക്കളിൽ കൊടുക്കുന്ന അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറയും അല്ലെ. Then, when we do some work, where does the force to do the work come from? നമ്മൾ ജോലി ചെയ്യാനുള്ള ശക്തി, അതായത് നമുക്കിപ്പോ ഒരു ജോലി അല്ലെ. അപ്പോ എന്താ ഇവിടെ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താന്ന് വെച്ചാൽ ഇത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. The force exerted by the earth on objects pulling them to its center is called gravitational force അല്ലെ. അതായത് നമ്മുടെ ഭൂമി എല്ലാ വസ്തുക്കളിൽ മേലും ഒരു ചെറിയ അളവിൽ എന്തൊരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അത് ആ ബലമാണ് നമ്മുടെ ഭൂമിയിൽ നമ്മളെ സ്ഥിരമായിട്ട് നിർത്താനായിട്ട് ഉള്ളൊരു കാരണം. അപ്പൊ അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അത്ര നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ് നോക്കിയേ, when we do some work, നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. ആദ്യം നമ്മൾ പറഞ്ഞു നടക്കണം, അല്ലെങ്കിൽ സൈക്ലിംഗ്, അല്ലെങ്കിൽ കട്ടിംഗ് വുഡ് ആണെങ്കിൽ ഒക്കെ നമ്മൾ എന്താണ് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ where does the force to do work come from? ഈ ഒരു ജോലി ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ബലം കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മുടെ കലോറീസ് ആണെന്ന് പറഞ്ഞത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള എനർജി ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞു. It comes from our body. നമ്മൾ എന്ത് ജോലി ചെയ്യണമെങ്കിലും നമുക്കൊരു ബലം വേണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് തന്നെയാണ് അല്ലെ. നമ്മുടെ ബോഡിക്കുള്ള ഒരു ശക്തി അത് തന്നെയാണ് നമ്മൾ എന്ത് ജോലി ചെയ്യാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോ അടുത്തത് പറയുന്നതാണ് അപ്പൊ ഇനി മസ്കുലർ ഫോഴ്സ് അല്ലെ. നമ്മുടെ മസിൽ അല്ലെ, നമ്മുടെ ബലം. The work done by exerting our muscle is called muscular force. അല്ലെ, നമ്മുടെ മസിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന വർക്ക്. ഈ പറയുന്ന പോലെ എന്തിപ്പോ ഒരു ഭയങ്കര വെയിറ്റ് നമ്മൾ എടുത്ത് പൊക്കുവാണെന്ന് വിചാരിച്ചു. ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഉള്ള ഒരു വെയിറ്റ് ഒക്കെ എന്താ പറയുക, പുഷപ്പോ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ അതുപോലെ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങൾ എടുത്ത് പൊക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും മസിൽ, നമുക്ക് പവർ വേണം അല്ലേ. അപ്പൊ നമ്മൾക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മസിലിൽ നിന്ന് ഉണ്ടാകുന്ന ഫോഴ്സ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മസ്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, കാന്തിക ശക്തി അല്ലെ. നിങ്ങൾക്ക് മാഗ്നറ്റ് ഒക്കെ അറിഞ്ഞൂടെ അല്ലെ. നമുക്കറിയാം ഒരേ മാഗ്നറ്റുകൾ എന്ത് ചെയ്യും, നമുക്കറിയാം പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണിയോ ഒക്കെ ഉണ്ട്, അത് രണ്ട് മാഗ്നറ്റ് വെച്ചാൽ അത് തമ്മിൽ പരസ്പരം എന്താണ് ഒരു ഫോഴ്സ് വന്നാൽ അത് നമ്മളെ ആകർഷിക്കും. മാഗ്നറ്റ് ഇരുമ്പിനൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ. അപ്പൊ അതാണ് പറയുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ പിക്ചർ തന്നിട്ടുണ്ട്, ട്രെയിൻ അല്ലെ. അതായത് പാളം, അതിന്റെ മുകളിലൂടെ ട്രെയിൻ ഓടുന്നത് കണ്ടിട്ടില്ലേ, അതൊരു മാഗ്നറ്റിക് പവർ ആണല്ലേ. ഓക്കെ. മാഗ്നറ്റ്സ് അട്രാക്ട് ഓർ പുൾ വിത്ത് ഫോഴ്സ്. നമുക്കറിയാം കാന്തങ്ങൾ ഒന്നെങ്കിൽ ആകർഷിക്കുകയോ അല്ലെങ്കിൽ വികർഷിക്കുകയോ ചെയ്യും അല്ലെ. അതായത് കാന്തങ്ങൾ ഇരുമ്പ് പോലുള്ള കാര്യങ്ങളെ ആകർഷിക്കും, അട്രാക്ട് ചെയ്യും. പിന്നെ കാന്തത്തിനടുത്ത് നമ്മൾ പേപ്പറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഇലയോ അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ ഒക്കെ കൊണ്ടുവച്ചാൽ അവ എന്ത് ചെയ്യില്ല, കാന്തം ആകർഷിക്കുന്നില്ല, അവ വികർഷിപ്പിച്ചു പോകും. അവർ തമ്മിൽ എന്തില്ല, ഒരു ബലമില്ല അല്ലെ. അപ്പോൾ ഇരുമ്പ് പോലുള്ള കാര്യങ്ങളെ കാന്തം ആകർഷിക്കുകയും അല്ലാത്തുള്ള വസ്തുക്കളെ എന്ത് ചെയ്യും, വികർഷിക്കുകയും ചെയ്യും. അപ്പോൾ the magnet attract or pull with force അല്ലെ, മാഗ്നറ്റിനെ ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യും. This force is called magnetic force. ഇതാണ് മാഗ്നറ്റിക് കാന്തത്തിനിടയിലുള്ള ഒരു ഫോഴ്സ്, അതാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. Things made of iron, cobalt and nickel exert a magnetic force അല്ലെ. അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒക്കെ വസ്തുക്കള് അയൺ കൊണ്ടോ അല്ലെങ്കിൽ കോബാൾട്ട്, ഐ മീൻസ് ഇരുമ്പ് കാര്യങ്ങള്, പിന്നെ കോബാൾട്ട് ആൻഡ് നിക്കൽ, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കളാണ് കാന്തത്തിന്റെ അടുത്തിരിക്കുന്നതെങ്കിൽ കാന്തം എന്ത് ചെയ്യും, ആ മാഗ്നറ്റ് അതിനെ എന്ത് ചെയ്യും, ആകർഷിക്കും, അട്രാക്ട് ചെയ്യും. Then magnetic force acts even without touching the object. വസ്തുവിനെ സ്പർശിക്കാതെ പോലും മാഗ്നറ്റ് എന്ത് ചെയ്യും, അതായത് ഇപ്പോൾ ഒരു ടീച്ചർ പറയാണ്, ടീച്ചർ ഈ കയ്യിൽ ഒരു മാഗ്നറ്റ് ഇരിക്കുന്നത് വിചാരിച്ചു, ഒരു കാന്തം ഇരിക്കുന്നു, എൻ്റെ ഈ കയ്യിൽ ഇങ്ങനെ അടുത്ത് എന്താണ് ഒരു ഇരുമ്പ് അല്ലെങ്കിൽ ഒരു എന്താ മുട്ടുപിന്നോ അല്ലെങ്കിൽ ഒരു ആണിയോ ഒക്കെ ഇരിക്കുന്ന വിചാരിച്ചു. ഇനി രണ്ട് കയ്യിൽ ഇരിക്കുകയാണെങ്കിലും ഈ കാന്തത്തിന്റെ ശക്തി എന്ത് ചെയ്യും, ഈ ഇരുമ്പിനെ അല്ലെങ്കിൽ ഈ മുട്ടുപിന്നെ അല്ലെങ്കിൽ ഈ പിന്നിനെ ആകർഷിക്കാൻ പരസ്പരം ഇവ തമ്മിൽ ഇങ്ങനെ ചേർത്ത് അല്ലെങ്കിൽ എന്താണ് തൊട്ട് ഒന്നും നോക്കിയോ ഒന്നും വേണ്ട, കുറച്ച് ദൂരത്തോട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ ഇരുന്നാൽ പോലും
കാന്തം എന്ത് ചെയ്യും? ഈ പറഞ്ഞ കൊബാൾട്ടും അയണും നിക്കലും പോലുള്ള വസ്തുക്കളെ ആ ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പരസ്പരം അവ എന്ത് ഇങ്ങനെ അടുത്തടുത്ത് തൊട്ടിരിക്കണം എന്നൊന്നും ഇല്ല. ഹ്യൂജ് മാഗ്നറ്റ്സ് യൂസ്ഡ് ടു ലിഫ്റ്റ് തിങ്സ് മെയ്ഡ് ഓഫ് അയൺ. അല്ലെ, അതായത് വലിയ വലിയ കാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വലിയ വലിയ ഇരുമ്പ് ഉൽപ്പന്നങ്ങളൊക്കെ പൊക്കിയെടുക്കാനായിട്ട്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ക്രെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ മാഗ്നറ്റിന്റെ അത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ വലിയ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇരുമ്പ് പാലമൊക്കെ നിർമ്മിക്കുന്നത്. അപ്പം ആ പാലത്തിന്റെ ഇരുമ്പ് പാലം അത് നമുക്ക് എന്താണ് ഒരു സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഈ വലിയ ക്രെയിൻ ഉപയോഗിച്ച് എന്ത് ചെയ്യും? അതായത് കാന്തം കണ്ടുപിടിച്ചിരിക്കും. അതിൽ കൊണ്ട് ഈ ഇരുമ്പ് പാലത്തിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അത് നല്ല ഹ്യൂജ്, നല്ല വെയിറ്റുള്ള സാധനമായിരിക്കും. അതെന്ത് ചെയ്യും? ആ കാന്തം ഇങ്ങനെ ആകർഷിച്ച് ക്രെയിൻ ഉപയോഗിച്ച് മുകളിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അവർക്ക് പണിയാനായിട്ടൊക്കെ പറ്റും. ക്രെയിനകത്തൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ മാഗ്നറ്റ് സാധനങ്ങൾ പൊക്കിയെടുക്കാം, വെയിറ്റുള്ള സാധനങ്ങൾ പൊക്കിയെടുക്കാം. ആ മാഗ്നറ്റ്സ് ആർ ഈവൻ യൂസ്ഡ് ടു പുൾ ട്രെയിൻസ്. അല്ലേ, കണ്ടോ? അതായത് എന്താണ്? ഇരുമ്പ് കൊണ്ടുള്ള വലിയ വസ്തുക്കൾ ഉയർത്താൻ ടീച്ചർ പറഞ്ഞ കാന്തം ഉപയോഗിക്കുന്നത്. അതുപോലെ സ്ട്രോങ് മാഗ്നറ്റ്, ഭയങ്കര കട്ടിയുള്ള മാഗ്നറ്റ് യൂസ്ഡ് ടു പുൾ ട്രെയിൻസ് വരെ എന്താണ് മൂവ് ചെയ്യാനായിട്ടൊക്കെ മറ്റും ഉപയോഗിക്കുന്നത് ഈ വലിയ വലിയ കാന്തങ്ങളാണ്. പാലം നിങ്ങൾക്കറിയാം, ട്രെയിനിന്റെ പാലം ഇരുമ്പാണല്ലേ. അതിന്റെ മുകളിലൂടെ ആ ട്രെയിൻ ഓടിപ്പോകുന്ന നിങ്ങൾക്കറിയൂടെ? ട്രെയിനിന്റെ ആ ഒരു വീലെന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുമ്പാണ്, മാഗ്നറ്റ് പോലെ. അപ്പൊ അത് തമ്മിലൊരു അട്രാക്ഷൻ വെച്ചിട്ടാണ് ഈ പാലത്തിന്റെ മുകളിൽ കൂടെ ഈ ട്രെയിൻ ഓടിപ്പോകുന്നത്. കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മളിവിടെ 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സസ്, 3 ടൈപ്സ് ഓഫ് ഫോഴ്സ് ആണ് പറഞ്ഞത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മസ്കുലർ ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് പേര് ഓർത്ത് വെക്കുക. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസറിൽ വലിയ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ പേര് ഒന്ന് ഓർത്ത് വെക്കുക. അത്രയും, അങ്ങനെ ഒരു കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ള രീതിയിൽ, വാട്ട് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫൈൻ മസ്കുലർ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ ആ സെന്റൻസിൽ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഡീപ്പായിട്ട് പഠിക്കേണ്ട. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എന്താണ് മസ്കുലർ ഫോഴ്സ്, എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എർത്ത് ഓൺ ഒബ്ജക്ട് പുള്ളിംഗ് ദം ടു ഇറ്റ്സ് എനർജി ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒരു ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലോട്ട് എന്ത് ചെയ്യുന്നു? ചെറിയ രീതിയിൽ ആകർഷിക്കുന്നു. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മസ്കുലർ ഫോഴ്സ് എന്താന്ന് പറഞ്ഞാൽ ദ വർക്ക് ഡൺ ബൈ എക്സോർട്ടിങ് അവർ മസിൽസ് ഈസ് കോൾഡ് മസ്കുലർ ഫോഴ്സ്. നമ്മളൊരു വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ മസിൽസ്, നമ്മുടെ മസിൽസ് ഉപയോഗിച്ച് നമ്മൾ ബലം പ്രയോഗിക്കുന്നതിനാണ് മസ്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ്സ് അട്രാക്ട് ഓർ പുൾ വിത്ത് ഫോഴ്സ്. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫോഴ്സ്. അല്ലെ, ഒരു കാന്തങ്ങൾ ചിലപ്പോൾ എന്താ ശക്തിയോടെ ഒരു വസ്തുവിനെ ആകർഷിക്കുകയോ അല്ലെങ്കിൽ വികർഷിക്കുകയോ ചെയ്യാം. അപ്പൊ അത്തരത്തിൽ കാന്തം പ്രയോഗിക്കുന്ന ഒരു ബലം, അതാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് അപ്പൊ അത്രയും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും നമുക്ക് പഠിക്കാം ഇതിനകത്ത്. അപ്പൊ നമ്മുടെ സയൻസിന്റെ പുതിയ ചാപ്റ്റർ ഫോഴ്സ്, വർക്ക് ആൻഡ് എനർജി എന്നുള്ള ചാപ്റ്ററാണ് എടുത്തത്. അതായത് ആദ്യം നമ്മൾ ഫോഴ്സും വർക്കും എനർജിയും കൂടെ മൂന്നും കൂടെ കമ്പയർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആക്ടിവിറ്റി ബേസ് ചെയ്ത് പറഞ്ഞു. അല്ലേ, അപ്പൊ അത് നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ. അതിന്റെ ബേസിക് ആയിട്ട് കാര്യം, നമ്മൾ എന്തൊരു വർക്ക് ചെയ്യണം, ഏതൊരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതായത് അവിടെ നമ്മൾ ഒരു വസ്തുവിന്റെ ഒരു പൊസിഷന് ചിലപ്പോൾ ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ചിലപ്പോൾ മൂവ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരും, അതിന്റെ രൂപത്തിന് വ്യത്യാസം വരും. അല്ലെ, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ പറഞ്ഞത്? നമ്മള് വലിയ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ വലിയൊരു ജോലി ചെയ്യാനായിട്ട് വലിയ രീതിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും, ചെറിയ ജോലി ചെയ്യാനായിട്ട് ചെറിയ രീതിയിൽ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യും. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സസ്, 3 ടൈപ്സ് ഓഫ് ഫോഴ്സസ് പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞു, മസ്കുലർ ഫോഴ്സ് പറഞ്ഞു, ദെൻ മാഗ്നറ്റിക് ഫോഴ്സും പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ നിങ്ങൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞത് ടീച്ചർ ഈ വീഡിയോയുടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിനകത്തോട്ട് നോക്കി എഴുതി പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ GK കൂടെ കുറച്ച് പഠിക്കാം. GK ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 331, പേജ് നമ്പർ 331 എടുക്കുക. അതിനകത്ത് കളക്റ്റീവ് നൗൺസ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മൾ കഴിഞ്ഞ ദിവസം GK നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ്, സെക്കൻഡും തേർഡും ചാപ്റ്റർ ആണ് പഠിച്ചത്. അല്ലെ, ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, അടുത്ത ക്ലാസ്സിൽ പഠിക്കണം. അപ്പൊ അതിനകത്തെ ആദ്യത്തെ 10 എണ്ണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 10 എണ്ണം എല്ലാം കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ആദ്യത്തെ 10 എണ്ണം ടീച്ചർ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് പഠിച്ചു. ഓക്കെ ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഓഫ് ഡാഷ്. അല്ലെ, അതായത് ഇവിടെ കളക്റ്റീവ് നൗൺസ് ആണ് പറയുന്നത്. നമ്മൾ
ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അതിനെ കൂട്ടത്തോടെ അല്ലെങ്കിൽ എന്താണ് ഒന്നിൽ കൂടുതൽ ഒരു കൂട്ടമായിട്ട് നമ്മൾ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞായിരുന്നു, എന്താണ് സിംഹത്തിന്റെ കൂട്ടം, അതുപോലെ തന്നെ എന്താ പറയുന്നത് ഡോഗ്സിന്റെ, അപ്പൊ അതിനൊക്കെ നമ്മളൊരു കൂട്ടമായിട്ട് നമ്മളൊരു പ്രത്യേകം പേരൊക്കെ വെച്ച് പഠിച്ചു. അപ്പൊ അതുപോലെയാണ് പറയുന്നത് എ സ്മക്ക് ഓഫ് ഡാഷ് എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ് ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷിന്റെ ഒരു കൂട്ടം അല്ലെ, ജെല്ലി ഫിഷിന്റെ കൂട്ടത്തെ നമ്മൾ എന്താണ് പറയുന്നത് സ്മക്ക്. എ സ്മക്ക് ഓഫ് ജെല്ലി ഫിഷ്. എ സ്മക്ക് ഓഫ് ജെല്ലി ഫിഷ്. ഓക്കെ, ജെല്ലി ഫിഷ് അറിയാം, ജെല്ലി ഫിഷിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്മക്ക്. എ സ്മക്ക് ഓഫ് ജെല്ലി ഫിഷ്. സെക്കൻഡ് എ ലേബർ ഓഫ് ഡാഷ്. ലേബർ ഓഫ് ഡാഷ് എന്ന് പറയുന്നത് മോൾസിനെയാണ്. MOLES. മോൾസ് എന്ന് പറഞ്ഞറിയാലോ, നമ്മൾ ഈ പെരിച്ചാഴി എന്നൊക്കെ മലയാളത്തിൽ പറയാം മോൾസ്. അപ്പൊ മോൾസിന്റെ ഒരു കൂട്ടത്തിന് നമ്മൾ എന്ത് പറയും എ ലേബർ. എ ലേബർ ഓഫ് മോൾസ്. ലേബർ ഓഫ് മോൾസ്. ഓക്കെ. തേർഡ് എ സീജ് ഓഫ് ഡാഷ് അല്ലെ. അതായത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ, എന്താണ് ഹെറോൺസ്. ഹെറോൺസ് എന്ന് പറയുന്നത് കൊക്ക് അല്ലെ. കൊക്കുകളുടെ കൂട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് എ സീജ് ഓഫ് ഹെറോൺസ് അല്ലെ. കൊക്കുകളുടെ കൂട്ടത്തിലാണ് സീജ് ഓഫ് ഹെറോൺസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എ ഹോസ്റ്റ് ഓഫ് ഡാഷ്. ഹോസ്റ്റ്. എ ഹോസ്റ്റ് ഓഫ് ഡാഷ്. ഹോസ്റ്റ് എന്ന് പറയാൻ എന്തിന്റെ കൂട്ടാണെന്ന് അറിയാമോ? ആൻസർ സ്പാരോസ്. അതായത് കുരുവികൾ അല്ലെ. കുരുവികളില്ലേ, കുരുവി. അപ്പൊ ആ കുരുവികളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എ ഹോസ്റ്റ് ഓഫ് എന്ന് പറയും. ഹോസ്റ്റ് ഓഫ് സ്പാരോസ്. SPARROWS. സ്പാരോസ്. Then fifth one a baron of dash. A baron of എന്താണെന്ന് അറിയാമോ? mules. MULES. അതായത് കോവർകൾ അല്ലെ. മ്യൂൾസ് അല്ലെ, കോവർകളുടെ കൂട്ടം. അതാണ് മ്യൂൾസ് എന്ന് പറയുന്നത് ബാരൻ അല്ലെ. ബാരൻ ഓഫ് മ്യൂൾസ്. അതിന് 5 എണ്ണമാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് എ സ്മക്ക് ഓഫ് എന്താണ് ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷിന്റെ കൂട്ടത്തെയാണ് എ സ്മക്ക് എന്നാണ്. എ സ്മക്ക് ഓഫ് ജെല്ലി ഫിഷ്. JELLYFISH. Then second a labor of moles. MOLES. A labor of moles. Third a siege of herons. 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 A siege of herons. Then fourth a host of sparrows. SPARROWS. A siege, a host of sparrows. Then fifth one a baron of mules. MULES. A baron of mules. Then അടുത്തത് sixth one an array of dash. A array of dash. എന്താണ് ഹെർജിക്കോസ് എന്ന് വെച്ചാൽ മുള്ളൻ പന്നികൾ അല്ലെ. മുള്ളൻ പന്നികളുടെ കൂട്ടത്തിനെയാണ് നമ്മളുടെ ഹരേ എന്ന് പറയുന്നത്. എ ഹരേ ഓഫ് ഹെർജിക്കോസ്. HEDGEHOGS. HEDGEHOGS. Okay. Then അടുത്തത് seventh one a shrewdness of dash. A shrewdness of dash അതായത് X. കുരങ്ങന്മാരുടെ കൂട്ടം. APES. APES. AX എന്താണ് കുരങ്ങന്മാരുടെ കൂട്ടം. എന്താണ് shrewdness എന്ന് പറയുന്നത്. A shrewdness. Then eighth one a convocation of dash. A convocation of dash എന്ന് പറഞ്ഞാൽ എന്തിന്റെ കൂട്ടാണെന്ന് അറിയാമോ? ഈഗിൾസ്. കഴുകന്മാരുടെ കൂട്ടം. EAGLES. ഈഗിൾസിന്റെ കൂട്ടത്തിനാണ് കൺവോക്കേഷൻ എന്ന് പറയുന്നത്. A convocation of eagles. കഴുകന്മാരുടെ കൂട്ടം. Then ninth one a cast of dash. Cast of dash എന്താണെന്ന് അറിയാമോ? ഫാൽക്കോൺസ്. അതായത് എന്താണ് പരുന്തുകളുടെ കൂട്ടത്തിനെയാണ് എ കാസ്റ്റ് ഓഫ് എന്ന് പറയുന്നത്. കാസ്റ്റ് ഓഫ് ഫാൽക്കോൺസ് അല്ലെ, പരുന്തുകൾ.
അടുത്ത ലാസ്റ്റ് നമ്മളിന്ന് പറയുന്നത് 10th അല്ലേ, എ ട്രപ്ലിംഗ് ഓഫ് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് അറിയാലോ, നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ എന്താ അക്വേറിയത്തിനകത്ത് ഗോൾഡ് ഫിഷ് അല്ലേ. അപ്പോൾ GOLDFISH ഗോൾഡ് ഫിഷ്, എ ട്രപ്ലിംഗ് ഓഫ് ഗോൾഡ് ഫിഷ്. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ആറാമത്തെ നമ്മൾ പറയാം ആൻഡ് ഹരേ ഓഫ് ഹെഡ്ജിഹോസ് മുള്ളൻ പല്ലുകൾ, HEDGEHOGS. അടുത്തത് ഷ്രൂഡ്നെസ് ഓഫ് ലെഹൻമാർ, APESX. Then a convocation of eagles, EAGLES കഴുകന്മാരുടെ കൂട്ടം. പിന്നെ a cast of falcons, FALCONS പരുന്തുകളുടെ കൂട്ടം. പിന്നെ a tripling of goldfish, GOLDFISH goldfish. ഓക്കെ, ഇന്ന് നമ്മൾ ഈ 10 എണ്ണം മാത്രം പഠിച്ചാൽ മതി. എല്ലാം കൂടെ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് ഓർത്തിരിക്കാൻ പാടാം. അപ്പം 10 എണ്ണം പഠിക്കാം. 10 എണ്ണത്തിനകത്തുള്ളത് നന്നായിട്ട് പഠിക്കാം. അത് രണ്ടും പഠിക്കണം. ജെല്ലി ഫിഷിന്റെ കൂട്ടം എന്താന്ന് പറഞ്ഞാൽ എന്ന് പറയണം. അതിന് ഓൾസിന് എന്ന് പറയാൻ ലേബർ, അത് രണ്ടും അങ്ങോട്ട് ക്വസ്റ്റ്യനും പഠിക്കണം, ആൻസർ പഠിക്കണം, രണ്ടും പഠിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഈ 10 എണ്ണം വെച്ച് പഠിപ്പിച്ച് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് GK ഇത്രയും പഠിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ച സയൻസും GKയും വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. എഴുതി ശ്രമിച്ചാൽ പോരാ, എഴുതാൻ പഠിക്കണം കേട്ടോ. അപ്പം കോപ്പിറൈറ്റ് ബുക്കൊന്നും ഇല്ല, പോട്ടെ വേണ്ട. നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ള ബുക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേക്ക് അധികം കാണും. അപ്പൊ അതിനകത്തൊക്കെ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക കേട്ടോ. എഴുതി പഠിക്കാൻ പറയുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ ഹാൻഡ് റൈറ്റിംഗ് നേരെ ആക്കാൻ വേണ്ടിയിട്ടും കൂടെയാണെന്നുള്ളത് മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ തന്നെ എഴുതി പഠിക്കാതെ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതി പഠിച്ച് നല്ല മക്കളായിട്ട് എന്ത് ചെയ്യാൻ വെച്ച് പറയുന്ന പോലെ കാര്യങ്ങൾ പഠിച്ച് തന്നെ പോകും. ഓക്കെ, then thank you. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare. Don't you know? Don't judge me. Good morning students. Okay, അപ്പോൾ നമ്മൾ മലയാളത്തിലെ ക്ലാസ് ആണ്. ഓക്കെ, ടീച്ചർ എടുക്കാൻ പോകുന്നത് മലയാളത്തിലെ ക്ലാസ് ആണ്. അപ്പോൾ മലയാളം നമ്മൾ 11ാമത്തെ പാഠം അല്ലേ. 11ാമത്തെ പാഠം ഏതാണ്? തൊപ്പി മുത്തപ്പൻ അല്ലേ. ഇപ്പൊ തൊപ്പി മുത്തപ്പൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അർത്ഥം, വിപരീത പദം, പിന്നെ ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, ഇത് നമ്മൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പര്യായ പദമാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വാക്ക് വായിച്ച എല്ലാവരും. തല. എന്താണ്? തല. ഓക്കെ, അപ്പൊ തലയ്ക്ക് 2 പര്യായ പദങ്ങളാണ് ഇത് പറയുന്നത്. ശിരസ്, ശീർഷം. പറഞ്ഞേ, തല, ശിരസ്, ശീർഷം. ഓക്കെ, നോട്ട്സ് ക്ലാസ്സിന് ശേഷം നോട്ട്സ് അയച്ചു തരും. അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് നോട്ട്സ് പഠിക്കുക കേട്ടോ. തല പര്യായം പറഞ്ഞേ, ശിരസ്, ശീർഷം. അടുത്ത വാക്ക് ഏതാണ്? ആകാശം. എന്താണ്? ആകാശം. പറഞ്ഞേ, 2 പര്യായപദം പറഞ്ഞേ. ഗഗനം എന്നോ പിന്നെന്താണ്? വ്യോമം, ഗഗനം എന്നൊക്കെ പറഞ്ഞ എന്താണ്? ആകാശത്തിന് പര്യായപദങ്ങളാണ്. അടുത്തൊക്കെ മഞ്ഞ്. അടുത്ത വാക്ക് ഏതാണ്? മഞ്ഞ്. മഞ്ഞിനൊരു പര്യായപദം പറഞ്ഞേ. ഹിമം, തുഷാരം. പറഞ്ഞേ, മഞ്ഞ്, ഹിമം, തുഷാരം. ഒന്നുകൂടെ പറഞ്ഞേ, ഹിമം, മഞ്ഞ്, തുഷാരം, ഹിമം. അടുത്ത പറഞ്ഞേ മഴ. മഴയ്ക്ക് എന്ത് പറയാം? മാരി അല്ലേ. മാരി എന്ന് പറയുന്നത് മഴയുടെ മറ്റൊരു വാക്കാണ്. മാരി, വർഷം അല്ലേ, വൃഷ്ടി എന്നൊക്കെ പറയുന്നതാണ് മഴയുടെ മറ്റു പര്യായ പദങ്ങളാണ്. അടുത്തൊക്കെ അങ്ങാടി. എന്താണ്? അങ്ങാടി അല്ലേ. അങ്ങാടിക്ക് വേറൊരു പര്യായപദം പറഞ്ഞേ. ചന്ത, വിപണി എന്നൊക്കെ പറയുന്നത് എന്താണ്? അങ്ങാടിക്ക് പര്യായപദങ്ങളാണ്. അതില് 2 വാക്കുകൾ വെച്ചിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ പര്യായപദങ്ങൾ ടീച്ചർ ക്ലാസ്സിന് ശേഷം
വീഡിയോയിൽ നോട്ട്സ് തരും, അത് കണ്ട് എന്ത് ചെയ്യാം, നോട്ട്ബുക്കിലോട്ട് പര്യാപദം എഴുതുക. അടുത്ത് നോക്കിയേ, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതാനായിട്ടാണ്. അതെന്ത് ചെയ്യാം, ശരിയായിട്ടുള്ള പദങ്ങൾ മാത്രം ടിക്ക് ചെയ്യുക കേട്ടോ. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യുക. മുത്തപ്പൻ, മുത്തുപ്പൻ, അതുപോലെ തൊപ്പി, തൊപ്പി, അങ്ങാടി, അങ്ങാടി, അല്ലേ? സമ്പാദ്യം, സമ്പാദ്യം. അതിലെ കറക്റ്റ് ആയിട്ടുള്ള വാക്ക് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ശരിയായിട്ടുള്ള വാക്കുകൾ ടെക്സ്റ്റിൽ ടിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അടുത്ത് പൂരിപ്പിക്കാനുള്ളത് ഉണ്ടായിരുന്നല്ലോ, ഡാഷ് ഡാഷ് മുത്തപ്പൻ തൊപ്പി വയ്ക്കുക. അപ്പൊ എന്താണ്, മുറ്റത്തിരുന്നാണ് മുത്തപ്പൻ തൊപ്പി വയ്ക്കുന്നത്. അപ്പോൾ എന്താ എഴുതാം, മുറ്റത്തിരുന്നാണ്, പിന്നെ ഇത് മുറ്റത്തിരുന്നാണ് മുത്തപ്പൻ തൊപ്പി വയ്ക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എഴുതാം, മുറ്റത്തിരുന്നാണ്, അല്ലേ? മുറ്റത്തിരുന്നാണ്, മുറ്റത്തിരുന്നാണ് മുറ്റത്തിരുന്നാണ് മുത്തപ്പൻ തൊപ്പി വയ്ക്കുക. അടുത്തൊക്കെ വടിയും കുത്തിപ്പിടിച്ച് ഡാഷ് കൊണ്ട് ഒരു നിൽപ്പുണ്ട്. എന്താണ്, വടിയും കുത്തിപ്പിടിച്ച് എങ്ങനെയുള്ള നിൽപ്പാണ്, നിവർന്നുകൊണ്ട്. എന്താണ്, നിവർന്നുകൊണ്ട്. രണ്ടാമത്തെ ആൻസർ എന്താണ്, നിവർന്നുകൊണ്ട്. വടിയും പിടിച്ച് നിവർന്നുകൊണ്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ എന്താ എഴുതാം, നിവർന്നുകൊണ്ട്. എന്താണ്, നിവർന്നുകൊണ്ട്, നിവർന്നുകൊണ്ട്, അല്ലേ? അടുത്ത നോക്കിയേ, 10 തൊപ്പിയും ഡാഷ് അകത്ത് കൊണ്ടുവയ്ക്കും. 10 തൊപ്പിയും എന്ത് ചെയ്യും, പെറുക്കിയെടുത്ത്, അല്ലേ? 10 തൊപ്പിയും പെറുക്കിയെടുത്ത് മുത്തപ്പൻ എന്ത് ചെയ്യും, അകത്ത് കൊണ്ടുവെക്കും. അവിടെ എന്ത് ചെയ്താ, പെറുക്കിയെടുത്ത്. എന്താ, പെറുക്കിയെടുത്ത്, പെറുക്കിയെടുത്ത്. അവിടെ എന്താ എഴുതാം, പെറുക്കിയെടുത്ത്. ഓക്കെ, അപ്പൊ അത് ഫില്ല് ചെയ്ത് ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. നാലാമതൊക്കെ ചേരുമ്പടി ചേർക്കാനായിട്ടാണ്. ആൻസർ ചെയ്തോ, മുത്തപ്പന് എന്താണ്, 30 തൊപ്പി. മുത്തപ്പൻ നേർക്ക് എന്ത് എഴുതുക, വരയ്ക്കുക, 30 തൊപ്പി എന്നുള്ളത് വരയ്ക്കുക. അടുത്തൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തപ്പൻ. അടുത്ത എന്താണ്, തൊപ്പിയില്ലാത്ത തലതലോടും, അല്ലേ? ആകാശത്തൊപ്പി എന്തു നല്ല തൊപ്പി, അല്ലേ? ആകാശത്തൊപ്പി എന്തു നല്ല തൊപ്പി. അപ്പൊ അതെന്ത് ചെയ്യാം, ഈ രീതിയിൽ മാച്ച് ചെയ്യുക കേട്ടോ. ടെക്സ്റ്റിൽ മാച്ച് ചെയ്ത് വരച്ചാൽ നോട്ട്ബുക്കിലോട്ട് എഴുതണ്ട. അടുത്തേക്ക് ഉത്തരം എഴുതാനായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യനൊക്കെ, മുത്തപ്പന് എത്ര തൊപ്പി ഉണ്ടായിരുന്നു? മുത്തപ്പൻ എത്ര തൊപ്പി ഉണ്ടായിരുന്നു? 30, അല്ലേ? 30 തൊപ്പി. അപ്പൊ എങ്ങനെ എഴുതുക, ആൻസർ ഈ രീതിയിൽ വേണം ആൻസർ എഴുതാനായിട്ട്. മുത്തപ്പന് 30 തൊപ്പിയാണ് ഉണ്ടായിരുന്നത്. ആ രീതിയിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. അടുത്തേക്ക്, മുത്തപ്പൻ എത്ര തൊപ്പിയാണ് തലയിൽ വയ്ക്കുക? മുത്തപ്പൻ 10 തൊപ്പിയാണ് തലയിൽ വെക്കുക. അപ്പൊ 10 എന്നുള്ളതാണ് ആൻസർ എഴുതിയിരുന്നത്. അടുത്തേക്ക്, തൊപ്പികൾ തലയിൽ വെച്ച് കഴിഞ്ഞാൽ മുത്തപ്പൻ എന്ത് ചെയ്യും? മുത്തപ്പൻ നിവർന്നു നിൽക്കും, അല്ലെ? എന്ത് ചെയ്യും? മുത്തപ്പൻ എന്ത് ചെയ്യും? നിവർന്ന് നിൽക്കും. അടുത്ത തൊപ്പി താഴെ വീണാൽ മുത്തപ്പൻ എന്ത് ചെയ്യും? തലയിൽ ബാക്കിയുള്ള തൊപ്പി ഊരി താഴെ വീണ തൊപ്പികളുടെ കൂട്ടത്തിലേക്ക് എറിയും, അല്ലേ? അടുത്ത തൊപ്പി എറിഞ്ഞു കളഞ്ഞിട്ട് മുത്തപ്പൻ എന്ത് ചെയ്യും? തൊപ്പി എറിഞ്ഞു കളഞ്ഞിട്ട് മുത്തപ്പൻ എന്താ ചെയ്യാ? തലയിലൊന്ന് തലോടും, അല്ലേ? തൊപ്പി എറിഞ്ഞു കളഞ്ഞിട്ട് മുത്തപ്പൻ എന്താ ചെയ്യാ? തലയിലൊന്ന് തലോടും. എന്ത് ചെയ്യും? തലയിലൊന്ന് തലോടും. അടുത്ത തൊപ്പികളെല്ലാം പെറുക്കി മുത്തപ്പൻ എന്ത് ചെയ്യും? അകത്ത് കൊണ്ടുവന്ന് വെക്കും, അല്ലെ? അകത്ത് കൊണ്ടുവന്ന് തൊപ്പികളെല്ലാം പെറുക്കിയെടുത്ത് അകത്ത് കൊണ്ടുവന്ന് വെക്കും, അല്ലെ? അടുത്ത 7ാം ക്വസ്റ്റ്യൻ, ആളുകൾ മുത്തപ്പനോട് എന്താണ് ചോദിക്കുക? എന്താ ചോദിക്കുക? 30 തൊപ്പി ഉണ്ടായിട്ടും 3:30 കഴിഞ്ഞ മുത്തപ്പന്റെ ഒരു തൊപ്പി പോലും തലയിൽ വെക്കാതെ വെയിലും കൊണ്ട്
അങ്ങാടിക്ക് പോകുന്നത് അല്ലേ? അതാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. അടുത്ത 8ാം ക്വസ്റ്റ്യൻ, തല തടവിക്കൊണ്ട് മുത്തപ്പൻ എന്താണ് പറയുക? തല തടവിക്കൊണ്ട് മുത്തപ്പൻ എന്താ പറയുക? മുത്തപ്പനെ എന്തിനാ മക്കളെ തൊപ്പി? മുത്തപ്പൻ തൊപ്പി വയ്ക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? തൊപ്പി മുത്തപ്പൻ എന്ന പേര് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തപ്പൻ തൊപ്പി വയ്ക്കണമെന്ന് എല്ലാവരും പറയുന്നത്. അടുത്തൊക്കെ, മുത്തപ്പന്റെ തൊപ്പി ഏതാണ്? ആകാശത്തൊപ്പി അല്ലേ? മുത്തപ്പന്റെ തൊപ്പി എന്ന് പറയുന്നത് എന്താണ്? ആകാശത്തൊപ്പിയാണ് മുത്തപ്പന്റെ തൊപ്പി. ആ രീതിയിൽ ആൻസർ എഴുതുക. അടുത്തൊക്കെ, മാതൃക പോലെ എഴുതാനായിട്ടാണ്. ഞാൻ പറയാം അല്ലേ? അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞുകൊള്ളാം. ആ രീതി നോക്കേ. ഞാൻ എടുക്കാം, അതൊന്ന് പറഞ്ഞ ആ രീതിയിൽ പറഞ്ഞേ. ഞാൻ എടുത്തുകൊള്ളാം. അടുത്തൊക്കെ, ഞാൻ വരാം, അപ്പൊ എങ്ങനെ പറയാം? ഞാൻ വന്നുകൊള്ളാം. ഞാൻ ചെയ്യാം, അപ്പൊ എങ്ങനെ പറയും? ഞാൻ ചെയ്തുകൊള്ളാം. ഞാൻ പോകാം, അപ്പൊ എങ്ങനെ പറയാം? ഞാൻ പോയിക്കൊള്ളാം. പിന്നെന്താ നോക്കിയേ? ഞാൻ നടക്കാം അല്ലേ? അപ്പൊ എങ്ങനെ പറയാം? ഞാൻ നടന്നുകൊള്ളാം. അപ്പൊ ആ രീതിയിൽ അത് ചെയ്യുക, എഴുതുക കേട്ടോ. ടെക്സ്റ്റ് ചെയ്താൽ മതി. അടുത്ത നോക്കിയേ, അമ്മാവ എനിക്കൊരു പുസ്തകം വാങ്ങിക്കൊണ്ടു വരണം അല്ലേ? അമ്മാവ എനിക്കൊരു പുസ്തകം വാങ്ങിക്കൊണ്ടു വരണേ. അതുപോലെ നോക്കിയേ, അമ്മേ എനിക്ക് സ്കൂളിൽ പോകാൻ പുസ്തകം തരണം. അന്ന് പറഞ്ഞേ, ആ രീതി പറഞ്ഞേ. അമ്മേ എനിക്ക് സ്കൂളിൽ പോകാൻ ഒരു പുസ്തകം തരണേ. അടുത്തൊക്കെ, അച്ഛൻ എന്നെ കാത്തു നിൽക്കണം. അച്ഛൻ എന്നെ കാത്തു നിൽക്കണം. അപ്പൊ എങ്ങനെ പറയും? അച്ഛൻ എന്നെ കാത്തു നിൽക്കണേ. അടുത്തൊക്കെ, അമ്മൂമ്മ ഇത്തവണ ഉത്സവത്തിന് വരണം. പറയാം, അമ്മൂമ്മ ഇത്തവണ ഉത്സവത്തിന് വരണേ. എനിക്ക് പായസം ഉണ്ടാക്കി തരണം. അപ്പൊ എങ്ങനെ പറയാം? എനിക്ക് പായസം ഉണ്ടാക്കി തരണേ. അടുത്തൊക്കെ, അടുത്ത 3ഉം 4ഉം എന്ത് ചെയ്യണ്ട? ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം? അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആ 2 വരെ ടെക്സ്റ്റ് വർക്ക് ചെയ്താൽ മതി. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും ടീച്ചർ ഈ വീഡിയോയുടെ കൂടെ ടീച്ചർ അയച്ചു തരും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മലയാളം എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare.